ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ഒരു നിവൃത്തിയുമില്ലാതെ അമ്പലനടയിൽ ചെന്നിരിക്കുകയാണ്. കാവ്യവസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട്. എന്തായാലും ആ അമ്പലനടയിലേക്ക് പ്രകാശന്റെ അരികിലേക്ക് ആ അമ്പലത്തിലേക്ക് തൊഴാൻ വരികയാണ് നമ്മുടെ ഭാനുമതി അമ്മ. അങ്ങനെ തൊഴാൻ നിൽക്കുമ്പോൾ തന്നെ ഈ മകനെ ഇങ്ങനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിട്ട് ഈ സന്യാസി വേഷം ധരിച്ച് ഇങ്ങനെ കാവ്യവേഷമൊക്കെ ധരിച്ച് നീ ഇങ്ങനെ നിന്നോണ്ടൊന്നും ഒരു കാര്യമില്ലടാ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നിനക്ക് നല്ലത് വരണമെങ്കിൽ നീ ആ കല്യാണി മോളെ ഉണ്ടല്ലോ, കല്യാണി മോളെ നീ മനസ്സിലൊന്ന് പ്രതിഷ്ഠിച്ച് നോക്കിയേ, നിന്റെ എല്ലാ വിഷമങ്ങളും മാറും, നിനക്ക് നല്ലതാ പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാനുമതി അമ്മ അകത്ത് പോയി തൊഴൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കല്യാണിയുടെ ഫോട്ടോ ഒരെണ്ണം നമ്മുടെ പ്രകാശന്റെ കയ്യിൽ ഉണ്ട് താനും. അത് ഭാനുമതി അമ്മ കാണുകയും ചെയ്യുന്നുണ്ട്. ഭാനുമതി അമ്മ അത് നോക്കിയിരുന്നോളാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സരയു മനോഹറിനെ പറ്റിയുള്ള വീണ്ടും സത്യങ്ങളൊക്കെ ഏകദേശം തിരിച്ചറിയുകയാണ്. അവനെ വീണ്ടും സംശയിച്ചു തുടങ്ങുന്നുണ്ട്. എന്തായാലും അതിൻ്റെ പുറകെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട്. ആ സമയത്ത് കല്യാണിയോടും കിരണിനോടൊക്കെ ഭയങ്കര ദേഷ്യമാവുകയാണ് അവള്. കല്യാണി ഒരിക്കലും ഇനി നന്നാവരുത്, അവള് എനിക്ക് കിട്ടാത്ത അനുഗ്രഹം എനിക്ക് കിട്ടാത്ത സന്തോഷമൊന്നും അവൾക്ക് ഉണ്ടാവരുത് എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ട് നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ആരുമില്ല എന്നൊരു ഇതിൽ തോന്നലിലാണ് അവൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് നേരെ നമ്മുടെ കല്യാണിയുടെ ഒക്കെ റൂമിലേക്ക് നോക്കുമ്പോൾ കിരണിന്റെയും കല്യാണിയുടെയും കുഞ്ഞ് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അരികിലേക്കായിട്ട് സരയു വരുന്നുണ്ട്. അങ്ങനെ സരയു ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ അവളുടെ കൈ വെച്ച് ഞെക്കാൻ ഇങ്ങനെ തുനിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അപ്പോഴേക്കും കല്യാണി അവിടേക്ക് വരുന്നുണ്ടായിരിക്കും. കല്യാണി അവളെ അവിടെ നിന്നും പിടിച്ച് തള്ളി പുറത്തേക്ക് വലിച്ചെറിയുകയും അതുപോലെ തന്നെ അവളുടെ കരണക്കുറ്റി നോക്കി അടിക്കുകയും അവൾക്ക് നല്ല നാലെണ്ണം അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കല്യാണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വരികയും ചെയ്യും. അങ്ങനെ നല്ല അടി തന്നെ കൊടുത്തിട്ട് അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രാഹുലും ശാരിയും സംസാരിക്കുകയാണ്. അപ്പം രാഹുൽ പറയുന്നുണ്ട്, എന്തിനാ അവൾ കല്യാണിയുടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോയത്, അതിൻ്റെ ആവശ്യം അവൾക്ക് എന്തായിരുന്നു, എന്തൊക്കെയോ സംശയങ്ങൾ മനോഹരനെ പറ്റി അവൾക്കുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവർക്കൊക്കെ നല്ല വിഷമത്തിൽ തന്നെയാണ് സരയുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. സരയു ആണെങ്കിൽ നല്ല കലിപ്പിലാണ്. മനോഹർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും മനോഹരനെയാണ്. മനോഹറിന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിൽ അഹങ്കരിച്ചിരുന്നവളുമാണ് അവള്. അങ്ങനെ അത് ഇല്ല എന്നവൾക്ക് മനസ്സിലാകുമ്പോൾ അവൾ എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നമ്മുടെ മനോഹറിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക്